എല്ലാവരും സമാധാനത്തിലാണല്ലോ അല്ലേ? സമാധാനത്തിലാണോ? സാധാരണ നമ്മളെല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ? ഇപ്പൊ തിരിച്ചു ചോദിക്കുക, എല്ലാവരും സമാധാനത്തിലാണോ? സമാധാനം ഹൃദയത്തില് ഉണ്ടോ എന്നുള്ളതാണ് അല്ലെ? സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഒരു സമാധാനവും ഇല്ല, ഒരു സമാധാനമില്ല. അതിന് പഠിച്ച് കിടക്കുന്ന ഒരു വാക്കല്ലേ? ഇപ്പോഴും ഒരു സമാധാനമില്ല. നല്ലൊരു ശതമാനം ആളുകൾ പറയുന്ന ഒരു സമാധാനമില്ല. അപ്പൊ അതുകൊണ്ട് ചോദിച്ച സമാധാനത്തിലാണോ എന്ന് ചോദിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകമാണ്. വെളിപാടിന്റെ പുസ്തകമൊന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും നമ്മൾ പാടുന്നില്ല. പക്ഷെ എടുത്തുന്ന ആത്മാവ് അതാണ് തന്നത്. പക്ഷെ നമുക്ക് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് നമുക്ക് അതിന് വിധേയപ്പെട്ടേ പറ്റും അല്ലേ? പറ്റും. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ വചനത്തിന്റെയൊക്കെ ഉൾക്കാഴ്ചകൾ അല്ലെ കിടക്കുന്നത് വിശുദ്ധഗ്രന്ഥം മുഴുവനുണ്ട്. ഒരുപാട് പുസ്തകത്തിലെ ഓരോ വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ ഉൽപ്പത്തി മുതൽ ഉണ്ട്, വെളിപാട് വരെയുള്ള വചനങ്ങളിലുണ്ട്. ഈ വെളിപാട് പുസ്തകത്തിലെ മാത്രം വചനങ്ങളുടെ ഉൾക്കാഴ്ചകൾ. അപ്പൊ നമുക്ക് ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, എന്നിൽ വന്നു നിറയണമേ, ഈ കൂട്ടായ്മയിൽ നിറയണമേ. ഞങ്ങൾ ഓരോരുത്തരിലും അഭിഷേകമായി വെളിപ്പെടുത്തലുകളായി നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 21-ാം അധ്യായം വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് യേശു നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. വെളിപാട് 21:1 മുതൽ ഒരു ഉറക്ക വായിച്ച ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. നിക്ക്. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കാണുകയാണ്. എപ്പോഴാ കാണാം? മൂന്നാമത്തെ തിരുവചനം. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോട് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കില്ല, ഇനിമേൽ ദുഃഖമോ ഉറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയതെല്ലാം കടന്നു. പഴയ ഭൂമി. എന്താ ഈ പഴയ ഭൂമി എന്ന് പറഞ്ഞാൽ? അതറിയെങ്കിൽ അല്പം നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോകും. പഴയ ഭൂമി ആർക്കു വേണ്ടിയായിരുന്നു ദൈവം സൃഷ്ടിച്ചത്? മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലേ? അവിടെ സൃഷ്ടിച്ച സമയത്ത് ഡിസോർഡർ ഉണ്ടോ?
സൃഷ്ടി സമയത്ത് എന്തെങ്കിലും കുറവുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? എപ്പോഴാ പ്രശ്നം വന്നേ? ഈ കുറവില്ലാത്ത ഭൂമി മനുഷ്യന് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ വേണ്ടി സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ദൈവം മനുഷ്യന് ഏൽപ്പിക്കുകയാണ്. ആ ഭൂമിയിൽ എപ്പോഴാണ് ഒരു കുറവ് വന്നത്? ഡിസോർഡർ വന്നപ്പോഴാണ്? പ്രശ്നങ്ങൾ വന്നത് എപ്പോഴാണ്? ഈ ദൈവം മനുഷ്യന് കൊടുത്ത ഭൂമി എപ്പോഴാണ് സാത്താന്റെ കരവലയത്തിലായത്? എപ്പോഴാ? അവർ ദൈവ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ നിമിഷം എന്തായി? പിശാച് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുത്തു. അതേറ്റെടുത്തു. പിന്നെ അതിന്റെ തിരിച്ചു പിടിക്കൽ എപ്പോഴാ? അവന്റെ കുരിശുമരണം. ആ ഒരു പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ മുതൽ? ജനനം മുതൽ. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അതാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടും കൂടെ. ഈ ഭൂമിയിൽ സാധാരണ അധികാരം വന്നത് ഇല്ലേ? നമ്മൾ കാണുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം എടുത്തവരെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തെ മത്തായി 4:8-8 അതിനോടത്തെ ഈ അധികാരം എപ്പോഴാ വന്ന? ഈ ഭൂമി സാത്താന്റെ കരവലയത്തിലായി. 8-ാമത്തെ തിരുവചനം എന്താ പറഞ്ഞേ? വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും. കണ്ടോ? ഭൂമി ഇപ്പൊ ആരയില്ല. നീ എന്നെ ഒന്ന് കുമ്പിട്ടാ മതി, ഒന്ന് ആരാധിച്ചാ മതി. ഈ കാണുന്ന സൃഷ്ടപ്രപഞ്ചം മുഴുവൻ എന്റെ അധീനയിലാണ്, അല്ലെ? എന്റെ അതോറിറ്റിയിലാണ്, എന്റെ അതോറിറ്റിയുടെ കീഴിലാണല്ല. നിനക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് ഇത് സാത്താന്റെ കയ്യിലേക്ക് പോയത്? എപ്പോഴാ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ നിമിഷം, അല്ലേ? ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ നിമിഷം മനോഹരമായി ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഭൂമിയുടെ മേൽ ആർക്ക് ആധിപത്യം ഉണ്ടായി? സാത്താന് ആധിപത്യം ഉണ്ടായി. ഉൽപ്പത്തി 3:17 കൂടി ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 3:17 ക്ലിയർ ചെയ്ത് പോവാം. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അല്ലേ, ദൈവം മനുഷ്യനായിട്ട് സൃഷ്ടിച്ച ഭൂമി എങ്ങനെ സാത്താൻ കൈയടക്കി? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് അഥവാ ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് പലായനം ചെയ്യണം, അല്ലേ? പിന്നെ അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മതി. കണ്ടോ? മനോഹരമായ ഭൂമി, മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. എപ്പോഴാ അത് മുളപ്പിക്കാൻ തുടങ്ങിയ? സാത്താന്റെ കരവലയത്തിലേക്ക് മനുഷ്യൻ പാപം ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ അകന്നു പോയപ്പോൾ ഈ ഭൂമി സാത്താന്റെ കരവലയത്തിലേക്കാകുന്നു. അവിടെ മുള്ളും മുൾച്ചെടികളും ആര് മുളപ്പിക്കും? ദൈവമാണോ മുളപ്പിക്കുന്നത്? അല്ല, ഈ മുള്ളും മുൾച്ചെടികളുമാണ്
നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന അസ്വസ്ഥതകളും തകർച്ചകളും ദുരിതങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ആയിരക്കണക്കിന് മക്കൾ വയനാട്ടിൽ മരിച്ചത് അത് ദൈവമാണോ ചെയ്തത്? ദൈവമാണോ ചെയ്തത്? അല്ലേയല്ല, അല്ലേയല്ല. നിനക്കായി ഭൂമി മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും. അത്ര സുഖമുള്ളൊരു കേസാണോ ഈ മുള്ളും മുൾച്ചെടികളും? സുഖമുള്ള കേസാണോ? അത് വേദനാജനകമാണ് അല്ലേ? മുള്ളും മുൾച്ചെടികളും അതിനകത്തോട് നടന്നു നോക്കുമ്പോൾ അറിയാവുള്ളൂ എത്രമാത്രം സുഖാന്നുള്ള കാര്യം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 4:9 വായിച്ചത് പത്താമത്തെ വചനം. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. സാത്താനെ ദൂരെ പോകുക. എന്തെന്നാൽ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. അപ്പോ സാത്താൻ അവനെ നിശ്ചിത കാലത്തേക്ക് വിട്ടുപോയി എന്നാ പറയുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഇത്രയും സംഭവം ഞാൻ പറഞ്ഞത്, എങ്ങനെ ഈ മനോഹരമായ ഭൂമി സാത്താന്റെ കരവലയത്തിലായി. സാത്താന്റെ കരവലയത്തിലായിരിക്കുന്ന ഭൂമിയിലായിരിക്കുന്ന മാനവകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം ഒരു മഹാപദ്ധതി ഒരുക്കുന്നത്. അതാണ് 21:3 വെളിപാട് 21:3 നമ്മൾ കണ്ടത്. ഇതാ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇത് സംഭവിച്ചു കഴിഞ്ഞു? സംഭവിക്കാനുള്ള കാര്യമാണോ? സംഭവിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? Kingdom of God came, but not yet. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇപ്പോഴും അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. എന്നിട്ട് അവിടുന്ന് പറയുന്നത്, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. 4-ാമത്തെ വചനം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അല്ലേ? സങ്കീർത്തനം 56:8 എന്താണ്? അവിടുന്ന് മനുഷ്യന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. സാത്താന്റെ കരവലയത്തിലായിപ്പോയ ഭൂമിയിൽ ജീവിക്കുന്ന മാനവകുലത്തിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും തകർച്ചകളും അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ എന്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരമാണ് കേട്ടത്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ. പഴയതെല്ലാം കടന്നുപോയി. സ്വർഗത്തിന്റെ വരവോടുകൂടി, യേശുവിന്റെ വരവോടുകൂടി
യേശുവിന്റെ കാൽവരി ബലിയുടെ അനന്തയോഗ്യതയാൽ പഴയതെല്ലാം കടന്നുപോയി. ഇത് സംഭവിച്ചു കഴിഞ്ഞു. സ്വർഗം ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? ഇത് സ്വന്തമാക്കുക. പഴയതിനെല്ലാം കർത്താവ് മാറ്റി. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. പാത്മോസ് ദ്വീപില് യോഹന്നാൻ ശ്ലീഹ ദർശനത്തിൽ കാണുകയാണ്. വളർത്തു കൊല്ലാൻ നോക്കി വറസട്ടിയിലിട്ട് യോഹന്നാൻ ശ്ലീഹയെ. മരിച്ചില്ല, അവിടെ തിരിച്ചു പോയി. എന്നിട്ടാണ് നാട് കടത്തിയത്. എങ്ങോട്ട്? ആത്മദ്വീപിലേക്ക് നാട് കടത്തിയത്. വൃദ്ധനായി മരിച്ചു എന്നാ പറയുന്നത്, വയസ്സായി. യോഹന്നാൻ ശ്ലീഹ മാത്രമേ വയസ്സായി, ബാക്കി എല്ലാവരും രക്തസാക്ഷികളാകുകയില്ല. യേശുവിനായിട്ട് ബാക്കി എല്ലാവരും രക്തസാക്ഷികളാകുകയില്ല. യോഹന്നാൻ ശ്ലീഹ ഇതാ ദർശനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മുറവിളിയില്ല, വേദനയില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല. പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ തിരുവചനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഇത് വരാനിരിക്കുന്ന കാര്യമല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാൻ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. സംഭവിച്ച് കഴിഞ്ഞു. തുടർന്ന് വചനം എന്താ പറയുന്നത്? ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. വിജയം വരിക്കുന്നവനാണ് ഇതെല്ലാം അവകാശമായി ലഭിക്കുക. എവിടെ വിജയം വരിക്കണം? എവിടെയാണ് വിജയം വരിക്കുന്നത്? ആരോടാണ് നാം പൊരുതേണ്ടത്? എവിടെയാണ് നാം വിജയം വരിക്കേണ്ടത്? എവിടെയാണ് വിജയം വരിക്കേണ്ടത്? സാത്താനോട് പൊരുതി, പ്രലോഭനങ്ങളോട് പൊരുതി നാം ഈ ഭൂമിയിലായിരിക്കുമ്പോ വിജയം വരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാകും. എന്നിട്ട് പറയുകയാണ് 8-ാമത്തെ തിരുവചനം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. ഇതാണ് രണ്ടാമത്തെ മരണം. അവിടെ പിന്നെ നമുക്കൊരു രക്ഷ ഇല്ല. ആദ്യത്തെ മരണത്തിൽ നമുക്ക് രക്ഷയുണ്ട്. എങ്ങനെയാണ്? സാത്താനോട് പൊരുതി വിജയം വരിക്കുന്നവന് വിജയത്തിലെത്താൻ സാധിക്കും. ശരീരത്തിൽ ആദ്യം മരിക്കുമ്പോൾ നമുക്കറിയാം മരണത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. ജഡത്തിൽ മരണം സംഭവിക്കുന്നു. ആ സമയത്ത് 3 കാര്യങ്ങൾ നടക്കുകയാണ്. ഒന്നുകിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടൊപ്പം ചേരും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നരകത്തിലേക്ക് പോകും. പിന്നെ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള അവസ്ഥയുണ്ട്. എന്താണ്? മാരക പാപത്തിലല്ല നമ്മൾ മരിക്കുന്നതെങ്കിൽ
നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. പക്ഷേ ഈ 8ാമത്തെ തിരുവചനത്തിന് കടുപ്പമാണ്. വെളിപാട് 21:8 ഭീരുക്കൾ. ആരാണ് ഭീരുക്കൾ? ഭയമുള്ളവർ. ആരാ ഭയം? വില്ലന്മാരെ ഭയം, റൗഡികളെ ഭയം, ഭാര്യയെ ഭയം, ഭർത്താവിന്റെ ഭയം. ആരെ ഭയം? ഭീരുക്കൾ. എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഭീരുക്കൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭീരുക്കൾക്ക് ജീവിക്കുന്ന ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ പറ്റില്ല. ഭീരുക്കൾക്ക് യേശുവാണ് ഏകരക്ഷകനെന്ന്, ഇവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഏറ്റവും വലിയ പ്രബോധനമാണ് ജീസസ് ഈസ് ഓൺലി സേവിയർ, ഓൺലി സേവിയർ. ഇത് ഭീരുക്കൾക്ക് പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓഹരി എന്താണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കുറെ പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് സാക്ഷ്യം കൊടുക്കുന്നതിൽ നീ ഭീരുവാണെങ്കിൽ എല്ലാറ്റിന്റെ റിസൾട്ട് എന്താണ്? ഭീരുക്കൾ, അവിശ്വാസികൾ. രണ്ടാമത്തെ അവിശ്വാസികൾ. രണ്ടാമത്തെ എന്താ? അവിശ്വാസികൾ. ആരാണ് ഈ അവിശ്വാസികൾ? ക്രിസ്ത്യാനികളാണോ? ക്രിസ്തുവിന്റെ നാമം പേറുന്ന അവിശ്വാസികളാണ് 98% ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ നാമം പേറുന്ന അവിശ്വാസികൾ. ഒന്ന് വിലയിരുത്തി നോക്കി. അവിശ്വാസികൾ, ദുർമാർഗികൾ. അതാരാ? ദുർമാർഗം. മാർഗം സമം വഴി. ദുർമാർഗം തെറ്റായ വഴി, വളഞ്ഞ വഴി. നമ്മള് ഈ മറ്റു മതത്തിൽപ്പെട്ട മക്കൾ മാമോദിസ മുങ്ങി ക്രിസ്തീയ സഭയിലേക്ക് വന്നു കഴിയുമ്പോ നമ്മൾ വിളിക്കും മാർഗവാസികൾ, അല്ലേ? വിളിക്കില്ലേ? ഈ മാർഗവാസി സൂപ്പർ പേരായ മാർഗവാസി. മാർഗത്തിലൂടെ യഥാർത്ഥ മാർഗത്തിലേക്ക്, മാർഗം സമം വഴി, യഥാർത്ഥ വഴിയിലേക്ക് വന്നവർ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ വിളിക്കും മാർഗവാസികൾ, അല്ലേ? ഞാനും വിളിച്ചിട്ടുണ്ട്. ഈ വചനമൊക്കെ വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യത കിട്ടുന്നത്. എന്താ പറയുന്നത്? ദുർമാർഗികൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നവർ, ബോധപൂർവം തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നവർ. അർത്ഥം എന്താ? കൊലപാതകികൾ. അറിഞ്ഞുകൊണ്ട് ദൈവം ഒരു വ്യക്തിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തന്റെ ആത്മാവിനെ, തന്റെ ജീവനെ അറിഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കുക. അറിയാതെ പോലെ സംഭവിക്കുന്നുണ്ട്, അല്ലേ? അറിഞ്ഞുകൊണ്ട് ദൈവിക ജീവനെ ഒരു മനുഷ്യനിൽ നിന്ന് ചോർത്തിക്കളയുക. ബോധത്തോടെ, അറിഞ്ഞുകൊണ്ട്. അവനാണ് കൊലപാതകി. അറിഞ്ഞുകൊണ്ട് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുക, അബോർഷൻ. അവനാണ് കൊലപാതകി.
ബോധവും വിവരവും ഇല്ലാതെ കള്ളും കുടിച്ചിട്ട് അക്രമം ചെയ്ത് മറ്റൊരാൾ മരണപ്പെടുന്നു. കൊലപാതകം തന്നെയാണ്. പക്ഷെ അവന് പാപമോചനമുണ്ട്. അതിൽ നിന്ന് വിമുക്തി കിട്ടും. കാരണം സ്വയബോധത്തിലല്ല അവൻ ചെയ്തത്, വിവേകത്തോടെ അല്ല അവൻ ചെയ്തത്. മനസ്സിലായോ? അവന് പാപമോചനമുണ്ട്. അല്ലാത്തവർ അവരുടെ ഓഹരി കൊലപാതകികൾ. നീ അടുത്തത് ഏതാ? വ്യഭിചാരികൾ. അതായത് ഒരേ സമയം ജീവിത പങ്കാളിയുമായി ഒത്തൊരുമിച്ച് സ്നേഹത്തില് നാട്യം അഭിനയം. ഒരേ സമയം ജീവിത പങ്കാളി ആത്മാർത്ഥതയില് ജീവിതം കൊണ്ടുപോകുന്നു, മറുവശം മറ്റൊരു വ്യക്തിയുമായി ജീവിതം ബോധപൂർവം പങ്കിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് ഉള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ യഥാർത്ഥ വ്യഭിചാരികൾ എന്ന് പറയുന്നതാണ്. അതായത് മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം പങ്കാളിയെ വഞ്ചിക്കുക. അതായത് അബദ്ധം പറ്റിയാലും അതിൽ നിന്ന് തിരികെ വരാതെ അതിൽ തന്നെ വീണ് കിടക്കുക. അവളെയാണ് ഉദ്ദേശിക്കുക. എന്ത്? വ്യഭിചാരി. അടുത്തത് മന്ത്രവാദികൾ. മന്ത്രം നല്ല മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങൾ ഉരുവിടുക ഇല്ലേ? ഹൈന്ദവ പുരാണത്തില് ഒരു വിശ്വാസത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട്. ഓം അല്ലെ? ഓം വചനം എന്നാണ്, മന്ത്രമെന്നാണ്. നല്ല മന്ത്രങ്ങളുണ്ട്. പക്ഷെ ദുർമന്ത്രങ്ങളും ഉണ്ട്, മന്ത്രവാദിനികളും ഉണ്ട്. അപ്പോ ഇവിടെ പറയുന്ന മന്ത്രവാദികൾ മനുഷ്യനെ തെറ്റിലേക്കും തിന്മയിലേക്കും സ്വയം നേട്ടത്തിനും വേണ്ടി മനുഷ്യനെ ബോധപൂർവം ദുർമന്ത്രവാദത്തിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, അന്ധവിശ്വാസത്തിലൂടെ വഴിതെറ്റിക്കുന്ന ദുർമന്ത്രവാദികൾ. അങ്ങനെയുള്ള മന്ത്രവാദികൾ. അടുത്തതാരാ? വിഗ്രഹാരാധകർ. അതാരാ? അതെ, ഇപ്പൊ അമ്മയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഈശോയുടെ തോന്നപ്പെട്ട രൂപമുണ്ട്. ആരാ? വിഗ്രഹാരാധക. ഒന്നാം പ്രമാണത്തിൽ മായം ചേർക്കുന്നവർ, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം നടത്തുന്നവർ, അഥവാ ദൈവത്തെക്കാൾ ഉപരി മറ്റേതെങ്കിലും സംഭവങ്ങൾക്കോ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ, അവർ വിഗ്രഹാരാധകരായിട്ട് മാറും. സമ്പത്താണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനമെങ്കിൽ സമ്പത്തിന് വേണ്ടി നീ ഏതറ്റം വരെ പോകും, എന്ത് അഴിമതിയും ചെയ്യും, എന്ത് വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും. അത് ഒരു വിഗ്രഹാരാധനയാണ്. ചില വ്യക്തികൾക്ക് നമ്മളിലെ ആരാധിക്കും, ചില വ്യക്തികളെ ആരാധിക്കുന്നുണ്ട്. ചില ആക്ടേഴ്സിനെ ക്രിക്കറ്റ് താരങ്ങളെ, സിനിമാ നടികള്, നടന്മാര് ഒക്കെ ആരാധിക്കുന്ന പിള്ളേരുണ്ട്. അവരുടെ ഫോട്ടോസൊക്കെ കയ്യിലും ബാഗിലൊക്കെ സൂക്ഷിക്കുക, എപ്പോഴും അവർ നോക്കുക. അങ്ങനെയുള്ള പിള്ളേരുണ്ട്. ഈ ഊന്നൽ സ്കൂളിൽ ഒരിക്കൽ ധ്യാനം നടത്തിയ സോണലായിരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിള്ള, ആ പിള്ളയുടെ ദൈവം
ഈ ജാക്കി ചാൻ ആ ഫോട്ടോ കയ്യിലുള്ളത്. പിന്നെ 2 പിള്ളേരാണ് അങ്ങനെ കൗൺസിലിംഗ് സമയത്ത്. ഒരു കൊച്ചു അവന്റെ പേര് ഞാൻ വിട്ടുപോയി, എന്താ പറയുക, ഒരു ഡാൻസ് ആണല്ലോ ഫേമസ്, മരിച്ചുപോയി. ഓ അതല്ല മൈക്കിൾ. മൈക്കിൾ ഒരു ആണും പെണ്ണുമില്ലാത്ത രീതിയിരിക്കുന്ന ഒരു സാധനം. അതെന്താണ്? മൈക്കിൾ ജാക്സൺ. ഇവൻ ആ സ്റ്റെപ്പ് വയ്ക്കും, ആ പരിപാടി ചെയ്യും. ഇവൻ പലപ്പോഴും ആ തിളങ്ങുന്ന വസ്ത്രം വരെ സിൽക്കിന്റെ ടൈറ്റ് ഫിറ്റായിട്ടുള്ള പാൻറ്റൊക്കെ അഴിച്ചിട്ട് ഇവർ തുള്ളുമാരി ഇങ്ങനെ തുള്ളുകയൊക്കെ ചെയ്യും. ആ 2 പിള്ളേരെ ഞാൻ അവിടെ ഓർക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. 2 മക്കള്. അവരുടെ ദൈവം ആരാ? ദൈവത്തിന് 1ാം സ്ഥാനമില്ല. ഒരു വചനം അറിയത്തില്ല, കൽപ്പന എന്തിനാണെന്ന് അറിയത്തില്ല, 1ാം പ്രമാണം എന്താണെന്ന് അറിയത്തില്ല. ക്ലാസ് പഠിക്കുന്ന പിള്ളേരാ, 8ലും 9ലും പഠിക്കുന്ന പിള്ളേര് കണ്ടോ. അവർ ഈ സംഭവം വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് വിഗ്രഹാരാധന എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരി എന്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, 1ാം സ്ഥാനം കൊടുക്കുന്നു, അതെല്ലാം വിഗ്രഹ ആരാധനയായി മാറും. പിന്നെ അടുത്തൊരു കൂട്ടുണ്ടല്ലോ, കാപട്യം നിറഞ്ഞ ഹൃദയവും മനസ്സും. ഉള്ളിലൊന്ന് പുറത്ത് വേറെ. കാണുമ്പോ നല്ല സൂപ്പർ ചിരി പാസാകും, പക്ഷെ ഉള്ളില് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമായിരിക്കും. എങ്ങനെ വേണം തകർക്കാം, നശിപ്പിക്കാം. കാപട്യം നിറഞ്ഞ ജീവിതം അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ, അവരുടെ ഓഹരി, അവരുടെ പ്രതിഫലം എന്തായിരിക്കും പറയുന്നത്? തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. കണ്ടോ, ഈ സംഭവത്തിൽ ചെന്ന് പെട്ടാൽ അവന്റെ കാര്യം കട്ടപ്പുക. പിന്നെ ഒരു തിരിച്ചുവരവില്ല, പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല. അതാണ് 2ാമത്തെ മരണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 6ാമത്തെ വചനം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. അവനെന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. അവനെന്ത് ചെയ്യണം? ജീവജലത്തിന്റെ അരുവി. കണ്ടോ, ഇവനിവിടെ ഈ തീയും ഗന്ധകവും എരിയുന്ന തടാകത്തിലേക്ക് എറിയപ്പെടാതിരിക്കണമെങ്കിൽ ഇവൻ നിരന്തരം ഈ ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് എന്ത് ചെയ്യണം? നുകർന്നുകൊണ്ടിരിക്കണം. നിരന്തരം ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് നുകർന്നുകൊണ്ടിരിക്കണം. അവിടെ അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരവേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചു പേരുടെ കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങി, അതുകൊണ്ടാണ് 2 കരവേറ്റ് സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എരിയുന്ന തടാകത്തിലേക്കും ആ ഗന്ധകം, തീയും ഗന്ധകവും എരിയുന്ന തടാകവും അതിലേക്ക് പതിക്കാതിരിക്കാൻ ഈശോ പറയുകയാണ്, മക്കളെ, നീ ഇതിൽ നിന്ന് ആവോളം നീ നുകര്. ഈ മേഖലയിലെല്ലാം വിജയം വരിക്കുന്നവന് ഞാൻ ഇവയെല്ലാം അവകാശമായി കൊടുക്കും, അവകാശമായി അവന് ലഭിക്കും. അങ്ങനെയുള്ളവരുടെ ദൈവമാണ് ഞാൻ. അവർ എനിക്ക് മക്കളായിരിക്കും, മകനും മകളുമായിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 7:37 ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ
ജീവജലത്തിന്റെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നിരന്തരം ഈ ജീവജലത്തിന്റെ അരുവി എന്നിൽ നിന്നൊഴുകുമ്പോൾ ഞാൻ ആരായി മാറി? ഒരു ദൈവ പൈതലായി മാറി. റോമായറ്റ് 14. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവ മക്കളാകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ദൈവം മനുഷ്യനായി അവതരിച്ചത്? മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവീകതയിലേക്ക് ഉയർത്താൻ വേണ്ടി. അല്ലേ? രണ്ടു വാക്കുകളാണ്, ഡിവിനൈസേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ. ഡിവിനൈസേഷൻ, ദൈവം മാനുഷികതയിലേക്ക് ഇറങ്ങി വന്നു. ഡിവിനൈസേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ, മനുഷ്യൻ ദൈവീകതയിലേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം സമം യേശു. വചനം സമം യേശു. സംശയമുണ്ടോ? ഈ വചനം ആരുടെ അടുക്കിലേക്ക് വന്നോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ വചനം ദൈവമാണ്. ഈ വചനം ദൈവത്തോട് കൂടെ വസിക്കുന്നു. അല്ലേ? യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ നമ്മളെ ദൈവങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ് സത്യത്തില് വചനമായ യേശു മനുഷ്യനായി അവതരിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആൾ ദൈവങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ അമൃതാനന്ദമയ്യെ പോലെയുള്ള ആൾ ദൈവങ്ങളെ പാദപൂജ സേവിച്ചില്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. അമൃതാനന്ദമയ്യയുടെ പാദങ്ങൾ കഴുകി കുടിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. പാദം കഴുകി കുടിക്കുക, ഇതാണ് ആൾ ദൈവം. ഇതാണ് വിഗ്രഹാരാധന. അല്ലാണ്ട് മാതാവിന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ട് വണങ്ങുന്നതല്ല. ക്രൂശ് രൂപം വെച്ചിട്ട് ഇന്നേക്ക് 2026 വർഷം മുമ്പ് എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒരു യാഗബലിയായി തീർന്ന എന്റെ കർത്താവിന്റെ അനുസ്മരണ, ആ അനുസ്മരണം എന്റെ ഹൃദയത്തിലേക്ക്, ആ വേദന എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ക്രൂശ് രൂപത്തിന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല വിഗ്രഹാരാധന. മറിച്ച് മനുഷ്യരെ ദൈവങ്ങളായി ആരാധിക്കുന്നു, സൃഷ്ടപ്രപഞ്ചത്തെ ദൈവങ്ങളായി ആരാധിക്കുന്നു. പാമ്പിനെയും പട്ടിയെയും പശുവിനെയും ആടിനെയും ഒക്കെ ദൈവങ്ങളായി ആരാധിക്കുന്നു. സൃഷ്ടവസ്തുക്കളെ സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മുമ്പിൽ പൂജകളും കുമ്പിടലും. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, നിനക്കായി ഞാൻ മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിക്കും. സാത്താൻ ഏറ്റെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മളെ ദൈവീകതയിലേക്ക് ഉയർത്താനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ആ സമാനത മുറുകെ പിടിക്കാതെ. ഏത് സമാനത? ദൈവമാണെന്നുള്ള സമാനത. പൗലോസ് പറയുന്നത് എന്റെ ലേഖനത്തില് ഫിലിപ്പിയർക്ക് എഴുതുമ്പോ 2-ാമത്തെ അധ്യായം ഫിലിപ്പിയർ 2 അല്ലേ? ഫിലിപ്പിയർ 2 എവിടെ 6-7 6-7 ഫിലിപ്പിയർ 2:6-7 ഫിലിപ്പിയർ 2:6-7 6-ാമത്തെ വചനം വായിച്ചു. അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള
അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. 7-ാമത്തെ തിരുവചനം, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം, യേശു മാത്രം. Yes, Jesus is the only Savior. യേശു മാത്രം കർത്താവെന്ന്. ഇതാണ് വചനം, ഇതാണ് വചനം. ഫിലിപ്പിയർ 2:6 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ആ സമാനത മുറുകെ പിടിക്കാതെ, കാര്യമായി പരിഗണിക്കാതെ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ പോലെ കേവലം ഒരു ദാസനായി മനുഷ്യന്റെ രൂപമെടുത്ത് അവൻ ഈ ഭൂമിയില് പാപമൊഴികെ മറ്റെല്ലാ ബലഹീനതകളും ശരീരത്തിൽ ഏറ്റെടുത്തന്നെ പോലെ ഒരുവനായി അവൻ കടന്നു വന്നു. ഹല്ലേലൂയ. എന്തിനാ? എന്നെ അവന് തുല്യമാക്കാൻ, എന്നെ അവന് തുല്യമാക്കാൻ. അതുകൊണ്ട് അവർ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ക്രിസ്തുവിലാകാൻ വേണ്ടിയാണ് പിതാവായ ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അല്ലേ? നമ്മുടെ കൂട്ടായ്മയുടെ വാക്യങ്ങൾ 2 വാക്യങ്ങളുണ്ട്. അതിൽ പരമപ്രധാനമായ വാക്യം എന്താണ്? യോഹന്നാൻ 3:16-17. യോഹന്നാൻ 3:16-17. 16-ാമത്തെ വാക്യം എന്താ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നിട്ട് എന്നാ പറയുന്നേ? താഴത്തേക്ക് എന്നാ പറയുന്നേ? ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മുഖാന്തരം, അവൻ വഴി ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ലോകത്തിലായിരിക്കുന്ന എന്നെയും നിന്നെയും രക്ഷിക്കുവാനാണ്. ലോകം ആരുടെ കരവലയത്തിലാണ്? നമ്മൾ കണ്ടു ആദ്യം, സാത്താന്റെ കരവലയത്തിലായിരിക്കുന്ന എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ ചങ്ക് പറിച്ചെടുത്ത് ഇതാ ഭൂമിയിലേക്ക് ഇട്ടു തന്നു. അതാണ് ക്രിസ്തു, അതാണ് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പിതാവ്. ഒരു മാറ്റവും ഇല്ല. പിതാവ് തന്നെ മുറിച്ച് നൽകിയതാണ് പുത്രൻ തമ്പുരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി യേശു മനുഷ്യനായി അവതരിച്ചു. പിതാവ് തന്റെ ചങ്ക് പറിച്ചു തന്നതാണ് യേശു. ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ നമ്മളെ ചങ്കോട് ചേർത്ത് വെച്ച സ്നേഹിക്കുന്നേ. അതുകൊണ്ടല്ലേ എവിടെയൊക്കെ പരിശുദ്ധ കുർബാന മാംസമായി തീർന്നിട്ടുണ്ടോ, ലോകം മുഴുവനുള്ള വിവിധ ലാബുകളിൽ മാറി മാറി നിരീശ്വരവാദികളടക്കം പരിശോധിച്ചു സയന്റിസ്റ്റുകൾ. ഹൃദയഭിത്തിയുടെ പേശികളാണ് പരിശോധനയിൽ തെളിഞ്ഞത്. പരിശുദ്ധ കുർബാന മാംസമായത് ഹൃദയഭിത്തിയുടെ ഒരംശമാണ്, ഒരു മാംസമാണ്.
ഹൃദയത്തിൽ വഹിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും ചങ്കോട് ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ. ആ കർത്താവ് പറയുകയാണ്, മക്കളെ, ഇതാ ഞാൻ നിങ്ങളോട് കൂടെ. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ദൈവം പറയുകയാണെങ്കിൽ ഇവിടെ മുറവിളിയില്ല, കരച്ചിലില്ല, ഒന്നിനെ കുറിച്ചും ഭാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും യേശുവിന്റെ വരവോടുകൂടി പഴയത് മാറ്റപ്പെട്ടു. ഇതാ എല്ലാറ്റിനെയും ഞാൻ നവീകരിക്കുന്നു. അമ്മയെ ഞാൻ എല്ലാറ്റിനെയും പുതുക്കുന്നു. കുരിശിന്റെ വഴി യാത്രയില് പാഷൻ ഓഫ് ക്രൈസ്റ്റില് ഈശോ പറയുന്നത്, ഞാൻ എല്ലാറ്റിനെയും നവീകരിക്കുന്നു. കുരിശുമായി വീണപ്പോ അമ്മ ഓടി വന്ന് ചെറുപ്പത്തിൽ പുത്രനെ താങ്ങിയെടുക്കുന്ന ആ ഭാഗമുണ്ട് അല്ലേ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് പട്ടാളക്കാരെ വകവയ്ക്കാതെ അമ്മ ഓടി വന്ന് അവനെ താങ്ങുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാനെല്ലാം ഇതാ നവീകരിക്കുന്നു, ഞാനെല്ലാം പുതുക്കുകയാണ്, സർവ്വതും ഞാൻ പുതുക്കുകയാണ്. എന്നിട്ട് ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയൊരവസ്ഥ ഞാൻ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതുകൊണ്ട് നമുക്ക് എവിടെ ജീവിക്കണം? ഈ പുതിയ ഭൂമിയിൽ ജീവിക്കണോ, അതോ തീയും ഗന്ധകവും എരിയുന്ന തടാകത്തിലേക്ക് പോകണമോ? എവിടേക്ക് പോകണം? എവിടേക്ക് പോകണം? അത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക, എവിടേക്കാണ് പോകേണ്ടത് എന്ന്. ചാടിയിരിക്കാം. നശിപ്പിച്ചപ്പോ എന്താ ആകാശത്ത് വന്നേ? തീയും ഗന്ധകവും. അവിടെ ഒരു പുല്ല് പോലും മുളക്കത്തില്ല, മുളച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അതിനകത്തേക്ക് ഒന്ന് ചാടി കഴിഞ്ഞാൽ തമ്പുരാനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുന്നവരുണ്ട്, അങ്ങനെ തെരഞ്ഞെടുക്കുന്നവർ. നമുക്കിത് വേണ്ട, വേണ്ടല്ലേ, നമുക്ക് വേണ്ട. ഓർക്കുമ്പോ പേടി. അതെന്ത് ചെയ്യണം? അതിനാണ് തമ്പുരാൻ പറഞ്ഞ ജീവജഗത്തിന്റെ ഉറവയിൽ നിന്ന് ദാഹിക്കുന്ന കുഞ്ഞേ, നീ വാങ്ങിക്കുടിക്ക്, നീ വാങ്ങിക്കുടിക്ക്. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാം, കുഞ്ഞെ നീ വാങ്ങിക്കുടി. പക്ഷെ എന്ത് വേണം? എന്ത് വേണം? ആരാ കുടിക്കുന്നേ? ആരാ കുടിക്കുന്നേ? മറ്റേ കുപ്പി വിഴുങ്ങാനല്ല. ആരാ കുടിക്കുന്നേ? ആർക്കാ കുടിക്കാൻ പറ്റുന്നേ? ഇവിടെ ദാഹമുള്ളതല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. ദാഹമില്ലാത്തതിന് കുടിക്കാൻ പറ്റുമോ? എനിക്കിപ്പോ ദാഹമില്ല, കൂടുതൽ രൂപയോട് കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റുമോ? കർത്താവ് ദാഹം ഉണ്ടാകണം, ദാഹം വേണം. ഈ ആത്മാവിന് വേണ്ടി ദാഹിക്കണം നീ. ഈ ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കാനുള്ള ഒരു ദാഹം ഉണ്ടാകുന്നത് ശാരീരികമായ ദാഹമല്ല, ആത്മാവിലുള്ള ദാഹം നിനക്കുണ്ടാക്കണം. നീ ദൈവ പൈതലാകണമെങ്കിൽ ഈ ദാഹം നിനക്കുണ്ടാകണം. അതാണ് കർത്താവ് യോഹന്നാൻ 7:37 പറഞ്ഞത്. അപ്പൊ ഈ ദാഹം നമുക്കുണ്ടാകട്ടെ. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ആ കൂടാരത്തിൽ കയറിപ്പറ്റാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി എന്ത് ചെയ്യണം? അതാണ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
പാപിയുടെ നാശത്തിലോ മരണത്തിലോ ഞാൻ ആഹ്ലാദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. മാനസാന്തരപ്പെട്ടവൻ തിരിച്ചു വരുന്നതാണ് എനിക്ക് ആനന്ദം. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ ആണ് സ്വർഗം സന്തോഷിക്കുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരത്ഭുതം അവന്റെ നാമത്തിൽ സംഭവിക്കുമ്പോഴല്ല, ഭൂമിയിൽ ഒരു പാപി മാനസാന്തരപ്പെട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുക. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കുണ്ടാകാം. ഈശോ പറയുന്നത് തിരിച്ചു വാ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് പാപബന്ധനത്തിലായിരിക്കുന്നത്. അവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെയും തിരിച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് അവരും കുടിക്കപ്പെടണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും സന്തോഷകരമായ ആനന്ദപരമായ ആത്മാവിൽ നിറഞ്ഞുള്ള സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടിയുള്ള ഒരു ജീവിതം ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ബോധപൂർവം കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ. വിവേകത്തോടും അറിവോടും കൂടെ പലതും ഞങ്ങൾ ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് അലിവ് തോന്നും, ഞങ്ങളെ തള്ളിക്കളയരുത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ എടുത്ത് കളയരുത്. ജീവജലത്തിന്റെ അരുവി ഞങ്ങളിലേക്ക് ഒഴുക്കിത്തരണം. ആ അരുവിയിൽ ഞങ്ങൾ നീന്തി തുടിക്കട്ടെ, ആനന്ദത്തിൽ ഞങ്ങൾ ആറാടട്ടെ. കർത്താവേ, എന്നോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ആർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ കടപ്പെട്ടിരിക്കുന്നു അവരൊക്കെ ദൈവരാജ്യത്തിലായിരിക്കുവാൻ അങ്ങടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം കർത്താവിനായി അണിഞ്ഞ് ഒരുങ്ങിയ മണവാട്ടിയെ പോലെ ഞങ്ങളും അവിടുത്തെ എതിരേൽക്കുവാൻ, ആ പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാകണം. ആ കൃപയുടെ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണം. ജ്ഞാനത്തിന്റെ അഞ്ജനം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ നീ എഴുതണം. തമ്പുരാനെ, ഞങ്ങളെ തള്ളിക്കളയരുതേ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ പുതുതായിട്ട്